ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ജു മറിയാമ്മയെ വിളിച്ച് മഹിമയെ കൊല്ലാനുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ നിനക്ക് കൂടുതൽ പൈസ തരാം, നീ ചോദിച്ചതിനേക്കാളും കൂടുതൽ നിനക്ക് ഞാൻ പൈസ തന്നിരിക്കും, നീ ഈ അവസരത്തിൽ തന്നെ മഹിമയെ ഇല്ലാതാക്കണം. മറിയാമ്മ പറയാണ്, മഹിമയ്ക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല, ഇവിടുത്തെ ജയിലിനകത്തുള്ള ക്ലിനിക്കിലാണ് അവളെ കിടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സഞ്ജു അത് കേട്ടപ്പോൾ ഇത് തന്നെയാണ് നല്ല അവസരം, ഏതായാലും അവൾക്ക് ബോധമില്ലല്ലോ, അതുകൊണ്ട് അവൾ പ്രതികരിക്കാനും പോകുന്നില്ല. അപ്പോൾ ഈ അവസരത്തിൽ തന്നെ അവളെ ഇല്ലാതാക്കണം. ഏതായാലും മഹിമയ്ക്ക് ബോധം വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിന്റെ പേര് അവൾ പറയും. അതിൻ്റെ മുന്നേ അവളെ ഇല്ലാതാക്കുന്നതാണ് നിനക്കും നല്ലത്. എന്നാൽ പിന്നെ കൈ നിറയെ കാശും കിട്ടുമല്ലോ എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ മറിയാമ്മ ഇത് നല്ലൊരു അവസരം തന്നെയാണ്, മഹിമയെ ഇന്ന് തന്നെ ഇല്ലാതാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് ക്ലിനിക്കിനകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ മഞ്ജു ഇരിക്കുന്നത് കാണുന്ന സമയത്ത് മറിയാമ്മ അങ്ങ് ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൊഴിച്ച് വായയും മൂക്കും ഒക്കെ അങ്ങ് കെട്ടുകയാണ് കേട്ടോ. ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തോർത്തെടുത്ത് അങ്ങ് കെട്ടിവെക്കുകയാണ്. ഇനി അഥവാ ഞാൻ പിടിക്കപ്പെട്ടാലും എന്നെ ആരും കാണരുത് എന്നുള്ള ഭാവത്തിലാണ് മറിയാമ്മ ചെല്ലുന്നത്. അപ്പോൾ ആ സമയം മഞ്ജു ഗിരിയെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ഗിരിയാണെങ്കിലോ കള്ളു കുടിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. പ്രീതി പറഞ്ഞ വാക്കുകൾ ഓർത്ത് വിഷമത്തോട് കൂടിയിട്ടാണ് ഗിരി അതൊക്കെ ഓർത്തിട്ടാണ് കള്ളു കുടിക്കുന്നത്. പ്രീതി ഗിരിയോട് പറയുന്നത്, മഞ്ജു ഗിരിയേട്ടനോട് പെരുമാറുന്ന രീതി അത് തീരെ ശരിയല്ല, അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വരുന്നതാണ്. അപ്പോൾ ഗിരിയേട്ടൻ എത്രമാത്രം അധികം ഗിരിയേട്ടൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ ആ കുഞ്ഞും നിങ്ങളെ സ്നേഹിക്കേണ്ടേ? മഞ്ജു ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുണ്ടോ ഗിരിയേട്ടനെ ഇങ്ങനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക? പ്രീതി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ ഗിരിക്ക് വല്ലാത്ത വിഷമമാണ് കേട്ടോ. അങ്ങനെയാണ് ഗിരി വീട്ടിൽ നിന്നും എനിക്ക് സൈറ്റിലേക്ക് അത്യാവശ്യമായി പോവാനുണ്ട് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാതെയാണ് ഗിരി വിഷമത്തോടു കൂടി കള്ളു കുടിക്കുന്നത്. ആ സമയത്താണ് മഞ്ജുവിൻ്റെ കോള് വരുന്നത്. അപ്പോൾ മഞ്ജുവിൻ്റെ കോള് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഗിരി കോൾ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജു പറയാണ്, മഹിമയ്ക്ക് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല ഗിരിയേട്ട, ഐശ്വര്യ മേഡം മഹിമയോടൊപ്പം ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി ചോദിക്കുകയാണ്, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മഞ്ജുവിന് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ മഞ്ജു ആ സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ പുറത്തേക്ക് ഇറങ്ങിയ ഈ ഗ്യാപ്പിൽ തന്നെ മറിയാമ്മ അതിലൂടെ അങ്ങ് കയറി പോവാണ് കേട്ടോ. മഹിമയുടെ അടുത്തേക്ക് അങ്ങ് കയറി ചെല്ലാണ്. എന്നിട്ട് മഹിമയെ കൊല്ലാനുള്ള ഒരു അവസരം വീണ് കിട്ടുകയാണ്. അപ്പോൾ മഞ്ജു ആണെങ്കിലോ ഗിരിയുമായിട്ട് പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും മറിയാമ്മ അകത്ത് കയറി മഹിമയെ കൊല്ലാൻ വേണ്ടി അവിടെ കിടക്കുന്ന ഒരു തലേണ എടുത്ത് മഹിമയുടെ മുഖത്ത് വെച്ച് അങ്ങ് അമർത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഞ്ജു ഗിരിയുമായിട്ട് സംസാരിച്ച ശേഷം ഫോൺ വെച്ച് അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടതോടുകൂടി മറിയാമ്മ പെട്ടെന്ന് ആ തലേണ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് മഹിമ കിടക്കുന്ന കട്ടിലിനടിയിലേക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് അവിടെ ഒളിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും അരവിന്ദാക്ഷൻ സാറിൻ്റെ കോള് വരുന്നത്. അപ്പോൾ മഞ്ജു പറയാണ്, മഹിമയ്ക്ക് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല സാർ, എന്നിട്ട് വേണം മഹിമയ്ക്ക് ബോധം തെളിഞ്ഞ ശേഷം വേണം ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ. എന്നിട്ട് അവളെ വെറുതെ വിടാനും പോകുന്നില്ല. ഒരു പോലീസുകാരിയുടെ അനിയത്തിയെ തൊട്ടാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അവരെ അറിയിച്ചു കൊടുക്കും. നിയമത്തിൻ്റെ വഴിയിലൂടെയും അവൾക്ക് നല്ല ശിക്ഷ കിട്ടും. ഒരു ഭാവി മജിസ്ട്രേറ്റ് ആവാൻ പോകുന്ന ആളുടെ ഭാര്യയാണ് മഹിമ, അതുകൊണ്ട് മഹിമയ്ക്ക് ബോധം തെളിഞ്ഞാൽ ആരാണെങ്കിലും അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് മഞ്ജു പറയുന്ന സമയത്ത് ഇതൊക്കെ കേട്ടും കൊണ്ട് മറിയാമ്മ കട്ടിലിനടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെ ആരെയാണ് കൊല്ലാൻ ഏൽപ്പിച്ചത്? ഇത്രയും വലിയ പിടിപാടുള്ള ആളെയാണോ ഞാൻ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇത് എനിക്ക് തന്നെ പണിയാവുമല്ലോ എന്നൊക്കെ മറിയാമ്മ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ അരവിന്ദാക്ഷനുമായി മഞ്ജു സംസാരിക്കുമ്പോൾ പെട്ടെന്ന് റേഞ്ച് പോയത് കൊണ്ട് വീണ്ടും മഞ്ജു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ഗ്യാപ്പിൽ തന്നെ മറിയാമ്മ മഹിമയെ കൊല്ലാൻ വേണ്ടി കട്ടിലിനടിയിൽ നിന്നും എണീക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കത്രിക ഉപയോഗിച്ച് മഹിമയെ കൊല്ലാൻ വേണ്ടി വയറ്റിലേക്ക് ആഞ്ഞു കുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും ഫോൺ വെച്ച് തിരിച്ച് അകത്തേക്ക് കയറി വരുന്ന സമയത്താണ് പെട്ടെന്ന് മഹിമയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഇവളെ കാണുന്നത്. അതോടുകൂടി മഞ്ജു അലറിങ്ങൊണ്ട് എടി എന്നങ്ങ് പറഞ്ഞ് വിളിച്ചതോടുകൂടി പെട്ടെന്ന് ഞെട്ടലോടുകൂടി മറിയാമ്മ അങ്ങ് തിരിഞ്ഞു നോക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ജു അടുത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇവളെ കൊല്ലണം എന്നുള്ള ഭാവത്തിൽ മഹിമയെ ആഞ്ഞു കുത്താൻ വേണ്ടി അങ്ങ് നോക്കുമ്പോഴത്തേക്കും മഞ്ജു അടുത്തേക്ക് വന്നിട്ട് മറിയാമ്മയുടെ കയ്യിലുള്ള ആ കത്രിക അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മറിയാമ്മയെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുത്തതോടുകൂടി മറിയാമ്മ ഒരു കട്ടിലിൽ ചെന്നങ്ങ് വീഴുകയാണ്. അപ്പോഴത്തേക്കും മഞ്ജു ചെന്ന് മറിയാമ്മയെ അങ്ങ് പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും മറിയാമ്മ കൊതറിയിട്ട് അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പുറകെ മഞ്ജു ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മഞ്ജു അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് വരികയാണ്. മോളെ മഹിമേ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മഹിമയെ തലോടുന്നത്. അപ്പോഴൊന്നും മഹിമയ്ക്ക് ബോധം വന്നിട്ടില്ല. മഞ്ജു ആകെ വെപ്രാളം പിടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മഹിമയെ ഇന്ന് തന്നെ അവർ ഇല്ലാതാക്കിയേനെ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് മഞ്ജു അവിടെ നിൽക്കുന്നത്. ഈ സമയം ഗിരി കള്ളു കുടിച്ച് നിൽക്കാൻ പോലും കഴിയാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഗിരിയുടെ കയ്യിലുള്ള ചാവി പോയത് കൊണ്ട് ഗിരി അതൊക്കെ
അവിടെ നിന്ന് തിരയുകയാണ് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് മുകുന്ദൻ വരുന്നത്. എന്നിട്ട് എന്താടാ ഗിരി, എന്താണ് നിന്റെ കോലം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ എൻ്റെ ചാവി ഇവിടെ എവിടെയോ പോയി എന്ന് പറഞ്ഞ് തിരയുകയാണ്. അപ്പോൾ മുകുന്ദൻ ആ ചാവി എടുത്ത് കൊടുക്കുകയാണ്. എന്താ ഗിരി വീട്ടിലേക്ക് പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ, മുകുന്ദ നീ വന്നത് നന്നായുള്ളൂ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിക്കലൊക്കെ പിന്നെ ചെയ്യാം, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോവാൻ നോക്ക്, ഞാൻ ഒരു ടാക്സി വിളിച്ചു തരാം എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ ചെയ്യാം, ഞാൻ ആദ്യം സംസാരിക്കാനുള്ളതൊന്ന് കേൾക്ക് മുകുന്ദ, എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ എത്ര നല്ല കൂട്ടുകാരായിരുന്നു, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം തകർന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞതോട് കൂടിയാണ്. നീ എന്താ ഗിരി ഇങ്ങനെയൊക്കെ പറയുന്നത്, മഞ്ജു നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് വരുത്തുന്നത്, അവൾ നിനക്ക് നല്ലൊരു ഭാര്യയല്ലേ എന്ന് പറയുമ്പോൾ, അവളൊരു നല്ല ഭാര്യ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പ്രശ്നം, ഞാനൊരു നല്ല ഭർത്താവല്ല, ഞാൻ അടിപിടിക്ക് പോവും, ചെറുതായിട്ടൊക്കെ കള്ളു കുടിക്കും, അതിനും പോരാത്തതിന് അവളുടെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നില്ലേ എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയാണ്, ഗിരി നീ ഒന്ന് പതുക്കെ പറയുന്നുണ്ട്, ആരെങ്കിലും കേൾക്കുമെന്ന് പറയുമ്പോൾ, കേട്ടോട്ടെ എനിക്കൊരു കുഴപ്പവുമില്ല, എന്നിട്ട് മഞ്ജു തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ, നീ എന്തിനാ ഗിരി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മഞ്ജു നിന്നോട് അങ്ങനെയൊന്നും പെരുമാറുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം, അവളെ എന്നെ ഒരു നോട്ടമുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് മഞ്ജു എന്നെ നോക്കുന്നത്, അത് മതിയല്ലോ എനിക്ക് മനസമാധാനം പോവാൻ, ഞാൻ അവൾക്ക് നല്ലൊരു ഭർത്താവല്ല എന്നൊക്കെ പറയുമ്പോൾ, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഗിരി, നമ്മുടെ ഭാര്യമാരിപ്പോൾ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവർക്കിപ്പോൾ താങ്ങും തണലുമായി നിൽക്കേണ്ടത് നമ്മളാണ്, അവർ നല്ല ഭാര്യയാണെങ്കിൽ അവരുടെ നല്ല ഭർത്താവായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, അങ്ങനെ ആളുകളെ കൊണ്ട് പറയാൻ വേണ്ടി നീ നോക്ക്. അപ്പോൾ ഗിരി പറയണേ, നീ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയും, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് അറിയില്ലല്ലോ, മഞ്ജുവിൻ്റെ മുന്നിൽ പോയി എനിക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല, നീയും അതുപോലെ അവരുടെ അച്ഛനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നാലേ നിൻ്റെയും അവസ്ഥ എൻ്റെ ഈ അവസ്ഥ പോലെ തന്നെയാവും, അപ്പോഴറിയാം നിനക്ക് ഈ പറയുന്ന ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മുകുന്ദ പറയണേ, നീ കൂടുതൽ സംസാരിക്കാതെ നിന്നെ ഞാൻ വീട്ടിലേക്ക് ആക്കി തരാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പോവാൻ അറിയാം എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാനൊരു ടാക്സിയിലാക്കി തരാം, നീ ഇനി കള്ള് കുടിച്ച് കാണരുത് എന്ന് പറയുമ്പോൾ, എന്താ നീ എന്നെ കണ്ട എന്നെ തല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ തല്ലത്തൊന്നുമില്ല, നിന്റെ വീഡിയോ എടുത്ത് ഞാൻ ഭാനുവമ്മയ്ക്ക് അയച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗിരി അങ്ങ് പേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗിരിയെ ഒരു ടാക്സിയിൽ മുകുന്ദൻ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് 4 കാലിലാണ് ചെല്ലുന്നത്. അപ്പോൾ ബെല്ലടിക്കുന്ന സമയത്ത് ഡോറ് തുറന്നു കൊടുക്കുന്നത് പ്രീതിയാണ്. അപ്പോൾ പ്രീതിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് നല്ല കോലത്തിലാണല്ലോ വന്നിട്ടുള്ളത് എന്നുള്ള ഭാവത്തിലാണ് പ്രീതി നോക്കുന്നത്. അല്ല കള്ള് കുടിച്ചിട്ടുണ്ട് ഗിരിയേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, നീ അങ്ങനെയുള്ള കാര്യമല്ലേ നീ എന്നോട് രാവിലെ പറഞ്ഞത്, മഞ്ജുവും കുഞ്ഞും എന്നെ സ്നേഹിക്കില്ല എന്നെ ബഹുമാനിക്കില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ കള്ള് കുടിക്കാതിരിക്കുമോ എന്നങ്ങ് ചോദിക്കാട്ടോ. അപ്പോൾ പ്രീതി ഒന്നും മിണ്ടാതെ, അപ്പോൾ ഞാൻ പറഞ്ഞ അക്കാരണം കൊണ്ടാണല്ലേ കള്ള് കുടിച്ചത്, അപ്പോൾ അത് മനസ്സിലേക്ക് നല്ല തട്ടിയിട്ടുണ്ട് എന്നൊക്കെ പ്രീതി മനസ്സിൽ ചിന്തിക്കുകയാണ്. അമ്മ ഉറക്കത്തിലായതുകൊണ്ട് ഗിരിയേട്ടൻ രക്ഷപ്പെട്ടു, എന്നവാ നമുക്കകത്ത് കയറാം എന്ന് പറഞ്ഞ് ഗിരിയെയും കൂട്ടി പ്രീതി നേരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഓണി കയറി പോകുന്ന സമയത്ത് ഗിരി വീഴാൻ പോകുമ്പോൾ പ്രീതിയാണ് പിടിക്കുന്നത്. അങ്ങനെ പ്രീതി ഗിരിയുടെ റൂമിലേക്ക് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോവാണ് ഗിരിയെ പ്രീതി. എന്നിട്ട് ഗിരിയെ ഒന്ന് തല നനച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത ശേഷം ഗിരിയെ കട്ടിലിലേക്ക് കിടത്തുകയാണ്. അപ്പോഴൊന്നും ഗിരിക്ക് ഒരു ബോധവും ഇല്ല. ഗിരി കട്ടിൽ കണ്ട ഉടനെ തന്നെ അങ്ങ് ഉറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ പ്രീതി ഗിരിയുടെ തൊട്ടരികിൽ പോയി കിടക്കുകയാണ്. എന്നിട്ട് ഗിരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയൊക്കെ ചെയ്യാണ്ട്, അതൊന്നും ഗിരി അറിയുന്നില്ല. ഗിരി കള്ള് കുടിച്ച് മയങ്ങിപ്പോയത് കൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗിരി കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആരോ കിടക്കുന്നത് ഗിരിക്ക് തോന്നുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് പ്രീതിയെ കാണുമ്പോൾ ഗിരി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്താ പ്രീതി നീ ഇവിടെ വന്ന് കിടക്കുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. ഗിരി കട്ടിലിൽ നിന്നും എണീറ്റ് നിൽക്കുകയാണ്. നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രീതി പറയാണ്, അത് പിന്നെ ഗിരിയേട്ടൻ ഇന്നലെ കള്ള് കുടിച്ച് ആകെ ബോധമില്ലാതെയാണ് വന്നത്. അപ്പോൾ ഗിരിയേട്ടനെ ഞാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഗിരിയേട്ടനെ ബാത്റൂമിൽ കൊണ്ടുപോയി ഗിരിയേട്ടനെ തല നനച്ച് കുളിപ്പിച്ചതും ഡ്രസ്സ് മാറിയതും എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ ഗിരിയേട്ടനെ ഞാൻ കട്ടിലിൽ കിടത്തിയതാണ്. പക്ഷേ ഗിരിയേട്ടൻ എന്നോട് വളരെ മോശമായിട്ടാണ് കള്ളു കുടിച്ച് പെരുമാറിയത് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് പ്രീതി അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗിരി തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഗിരിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ പ്രീതി പറയുന്ന വാക്കുകൾ സത്യമാണോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗിരി ആകെ പേടിയോട് കൂടി നിൽക്കുന്നത്. എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് പ്രീതി കരഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഭാനുഅമ്മ എണീറ്റ് വരുന്നത്. അങ്ങനെ പ്രീതി കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ എന്താ പ്രീതി എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അതോടുകൂടി ഭാനുഅമ്മക്ക് അങ്ങ് പേടിയാവുകയാണ്. ഇവളെന്താ ഗിരിയുടെ റൂമിൽ നിന്നും വരുന്നത്, ഇവളെന്താ കരഞ്ഞു പോകുന്നത് എന്നുള്ള ഭാവത്തിൽ ഭാനുഅമ്മ സംശയത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഗിരിയുടെ റൂമിലേക്ക് ഭാനുഅമ്മ ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചത്, അവളെന്തിനാ കരഞ്ഞോണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അമ്മേ എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞ്
പറഞ്ഞ് പെട്ടെന്ന് ഗിരി അങ്ങ് വഴുതി മാറുകയാണ്. പക്ഷേ ഭാനുമ്മയ്ക്ക് അവിടെ ഒരു സംശയം വരികയാണ് കേട്ടോ. എന്താവും പ്രീതി ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ പ്രീതി അഭിനയിക്കുകയാണോ? മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാകുമോ എന്നൊക്കെ ഭാനുമ്മയ്ക്ക് ഒരു സംശയം വരികയാണ്. എന്നിട്ട് ഗിരിയോട് ചോദിക്കുകയാണ്, നീ ഇന്നലെ രാത്രിയിൽ എപ്പോഴാടാ കയറി വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി പറയുകയാണ് ഒരു പതർച്ചയോട് കൂടിയിട്ട്, അത് പിന്നെ അമ്മ ഞാൻ കുറച്ച് വഴുകിയെന്ന് പറയുമ്പോൾ, നീ എന്തിനാണ് വഴുകിയത്? നീ എവിടെയായിരുന്നു എന്നൊക്കെ ഭാനുമ്മ ദേഷ്യത്തിൽ ചോദിക്കാട്ടോ. അപ്പോഴൊക്കെ ഗിരി പേടിയോട് കൂടി തെന്നി മാറിയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പ്രീതിയെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിലാണ് ഗിരി നിൽക്കുന്നത്. ഇനിയിപ്പോൾ മഞ്ജു അറിഞ്ഞാൽ അത് മൊത്തം പ്രശ്നമാകുമല്ലോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഗിരി പ്രീതി പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ സമയം മഹിമയ്ക്ക് ബോധം വരികയാണ് കേട്ടോ. അങ്ങനെ ബോധം വന്നപ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ മഞ്ജു മഹിമയെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് മഹിമയെ അങ്ങ് തൊടാൻ നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ എന്നെ തൊട്ടു പോവരുത്, എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണക്കാരി നിങ്ങളാണ്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇവിടേക്ക് വരാൻ? മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മഹിമ മഞ്ജുവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് വിഷമം വരികയാണ്. അങ്ങനെ മഞ്ജു പൊട്ടിക്കരയുകയാണ് കേട്ടോ. മഹിമയുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ അങ്ങനെ സഹിക്കാൻ കഴിയാതെ മഞ്ജു അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. സഞ്ജു മറിയാമ്മയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്, എന്തായി മഹിമ നിന്റെ പേരെങ്ങാനും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കേട്ടോ. ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അഥവാ നിന്റെ പേര് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവളും തമ്മിലുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്തതാണെന്ന് അങ്ങ് പറയണം, അല്ലാതെ എൻ്റെ പേരൊന്നും പറഞ്ഞു പോവരുത് എന്ന് സഞ്ജു മറിയാമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം അക്കാമ്മ പിന്നെ മഹിമയോടൊപ്പം ആവുന്നുണ്ട് കേട്ടോ. ഇനി അക്കാമ്മയാണ് മഹിമയെ സംരക്ഷിക്കുന്നതും. നിർമ്മല വന്ന് മഹിമയോട് ചോദിക്കുന്നുണ്ട്, നിന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് ആരാണെങ്കിലും നീ ആ പേര് പറ എന്ന് പറയുമ്പോൾ മഹിമ മറിയാമ്മയുടെ പേര് പറയുന്നില്ല. അതോടുകൂടി മറിയാമ്മയ്ക്കൊക്കെ മഹിമയോട് മനസ്സലിവ് വരികയാണ്. അക്കാമ്മ മഹിമയെ പിന്നെ സ്നേഹിച്ചു തുടങ്ങാൻ കേട്ടോ. അക്കാമ്മ മഹിമയെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയാണ്. അങ്ങനെ മഹിമയും അക്കാമ്മയൊക്കെ നല്ല കൂട്ടാവുകയാണ്. മഹിമയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പിന്നിൽ ഗോപാലനും കുടുംബവുമാണെന്നുള്ളത് ഐശ്വര്യ മേഡത്തിന് മനസ്സിലാവാണ്. അതോടുകൂടി ഐശ്വര്യ മേഡം ഗോപാലിൻ്റെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. മഹിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഗോപാലനും നിന്റെ 2 മക്കളും പിന്നെ അഴിയെണ്ണും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഐശ്വര്യ മേഡം പോകുന്നത്. അതോടുകൂടി ഗോപാലൻ പറയുന്നുണ്ട്, ഇവളെ കൊണ്ട് നമുക്ക് തലവേദനയാവുമെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ് ഐശ്വര്യ മേഡത്തെക്കുറിച്ച്.